ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ മൺഡേ മോർണിംഗ് ഗണേശേട്ടൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലങ്ങളിലൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കരിയൻദേവി ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം പിന്നെ ഞാൻ പോയത് തൃപ്പാദപുരത്താണ് കേട്ടോ. മഹാദേവനും മഹാവിഷ്ണുവും നേർക്ക് നേരെയിരിക്കുന്ന കോവിലാണ് തൃപ്പാദപുരം കേട്ടോ. അപ്പോൾ അവിടെ പോയി. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഹാദേവനെ ഫുള്ളായിട്ട് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റും. പിന്നെ നേരെ നമ്മുടെ മഹാവിഷ്ണു ഉണ്ട്. അപ്പം അവിടെ പോയി പ്രാർത്ഥിച്ചു. ഈ ഒരു ഈവനിങ് ആണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അത് ഏതൊരു കോവിലിൽ നമ്മൾ നൈറ്റ് പോകുമ്പോൾ ഒരു വേറൊരു വൈബാണ് അല്ലേ. അവിടെയൊക്കെ ഫുള്ള് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അവിടെയും ഫുള്ളൊക്കെ പ്രദക്ഷിണം വെച്ചു. മഹാദേവന്റെ അവിടെ നന്നായി പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മൾ പോകുന്നത്, നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലുലുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡബ്ബ മേടിക്കണം, പിന്നെ ഗണേശനെ കൊണ്ടുപോകാനുള്ള പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം, സോപ്പ് മേടിക്കണം. അപ്പോൾ നമ്മൾ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലുവിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഓഫർ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ വാഷ് ചെയ്യണത്, അത് മേടിച്ചു. അത് മേടിക്കുമ്പോൾ എനിക്ക് കുറെ നാൾ നിൽക്കാറുണ്ട്. അപ്പം ഞാൻ അത് മേടിച്ചു. പിന്നെ പാക്കിംഗ് ആണ് കേട്ടോ. പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പ്രഭാകർ സാറ്, രഞ്ജിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പാക്ക് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ടായതുകൊണ്ട് അത് ഇത്തിരി ഈസി ആയിട്ട് തോന്നി. ആദ്യം വലിയ പെട്ടി എടുത്തപ്പോൾ അതിന് 7 kg ഉണ്ടായിരുന്നു. അതിന്റെ വെയിറ്റ് 7 kg കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 30 കിലോ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ പെട്ടി മാറ്റിയിട്ട് വേറെ ഈ ഒരു കാർഡ്ബോർഡും പെട്ടിയിൽ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അതും മാറ്റിയിട്ട് വേറൊരു പെട്ടി നോക്കിയപ്പോൾ അത് 4.5 കിലോ ഉള്ളൂ. അപ്പോൾ ആ പെട്ടിയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു പെട്ടി ഗണേശന്റെ മാനേജറുടെ, അതൊരു 9.5 കിലോ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടോട്ടലായിട്ട് 21 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് കൊണ്ടുപോകാനായിട്ട് അച്ചാറും ചമ്മന്തിപ്പൊടിയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബീഫ് വരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പണ്ട് ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ വീണ്ടും ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ കുറച്ച് ദിവസം കഷ്ടമായിരിക്കില്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയാൽ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ ഒരാഴ്ച ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ ഒരു സമാധാനം എന്ന് വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടാക്കി, പിന്നെ പിക്കിള്, അതൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ പാക്കിങ് ഒരു വിധത്തിൽ നമ്മൾ മറ്റേ പെട്ടിയിൽ സെറ്റ് ചെയ്യും. ഈ അട്ടപ്പെട്ടി നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് വെച്ചു കേട്ടോ. അത് പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ രഞ്ജിത്തും ഫാമിലി, മക്കൾക്ക് എക്സാം ആണ് പിറ്റേ ദിവസമായിട്ട്. എന്നാലും അവര് പോണോണ്ട് വന്നത് തന്നെ സന്തോഷം. സൺഡേ അവര് തിരിച്ചു പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ പ്രഭാകർ സാറാണ് ഉണ്ടായത്. കൊണ്ടുവന്നാക്കാനൊക്കെ പ്രഭാകർ സാറാണ് പോയത്. പിന്നെ അനന്തും കൂടെ പോയി. ആ നേരത്തെ ബബ്ലു ഉറങ്ങിയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം ഒരുവിധം നല്ല രീതിയിൽ നടന്നു. എല്ലാത്തിനോടും ഭഗവാനോട് നന്ദി പറയാൻ കേട്ടോ. ഇത്ര പെട്ടെന്ന് എന്താ പറയാ നടക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ എല്ലാം നല്ലതായിട്ട് വന്നു. ഇതുവരെ എല്ലാം ഓക്കെയാണ്. വെളുപ്പിന് ഒരു 1 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4:30-ക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പൊ അനന്തും പ്രഭാകർ സാറും കൂടിയാണ് ഗണേശനെ കൊണ്ടുവന്നാക്കാൻ പോയത്. ബബ്ലു ഇറങ്ങിയോണ്ട് ഞാൻ പോയില്ല. പിന്നെ ഭയങ്കര വിഷമായിരിക്കുമല്ലോ തിരിച്ചു വരുമ്പം ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.